നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് യദു നാരായണൻ എന്ന പേരിലുള്ള എൻ്റെ മറ്റൊരു ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ പലർക്കും ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും എന്നെ വാട്സപ്പിൽ തുടർച്ചയായി അറിയിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ പറയുന്നത്. കാരണം ഈ യുദ്ധവിഷയത്തിലടക്കം പല വിഷയങ്ങളിലും കേരളത്തിലെ വർഗീയ വിഷം ചീറ്റുന്ന യൂട്യൂബർമാരടക്കം നിരവധി തെറ്റിദ്ധാരണാജനകമായ പച്ച നുണകളടങ്ങുന്ന വ്യാജ പ്രചാരണങ്ങൾ വാർത്തയെന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട്. അവരുടെ ലക്ഷ്യം വർഗീയതയാണ്. അതിനെതിരെ സത്യസന്ധമായ രീതിയിൽ എന്താണ് കൃത്യമായി യുദ്ധ വിഷയത്തിലടക്കം സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സത്യസന്ധമായ ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. കാരണം നുണ പറഞ്ഞ് വർഗീയത യുദ്ധവുമായി കൂട്ടിച്ചേർത്ത് ഇവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വലിയൊരു വിഭാഗം യൂട്യൂബർമാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്ന്, സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് നിലപാടെടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രേക്ഷകരോട് ഈ ചാനലിനെ ഫോളോ ചെയ്യാൻ പറയുന്നത്. കാരണം വാർത്തയ്ക്കപ്പുറത്തേക്ക് എൻ്റെ വ്യക്തിപരമായ പല നിലപാടുകളടക്കം ഈ ചാനലിലെ വീഡിയോകളിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇപ്പോൾ പറയാനുള്ളത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എത്തിപ്പെട്ടിരിക്കുന്ന ദുരന്തപൂർണമായൊരവസ്ഥയെക്കുറിച്ചാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇതൊന്നും പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ഇന്ന് പ്രേക്ഷകരോട് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഇസ്രായേലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയുള്ള, അതായത് ഇസ്രായേലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർണായകമായ നീക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ടീം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിവിധങ്ങളായ അവിടുത്തെ പാർട്ടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ടുഗദർ എന്ന് പറയുന്നൊരു പുതിയ പാർട്ടി സംവിധാനമുണ്ടാക്കി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവരെ വലിച്ചു താഴെയിടാനും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ അധികാരത്തിൽ കൊണ്ടുവരാനും തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം 14 വർഷത്തോളം ഇസ്രായേൽ ഭരണം തുടർന്നിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിനിടയിൽ ചെറിയൊരു കാലയളവിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 18 മാസക്കാലത്തോളം സ്ഥാനഭ്രഷ്ടനാകേണ്ടി വന്നുവെങ്കിലും ഇത്രയധികം കാലം ഇസ്രായേലിനെ ഭരിച്ച ഒരു പ്രധാനമന്ത്രി വേറെയില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനതയെ ഇത്രയധികം വഞ്ചിച്ച മറ്റൊരു ഭരണാധികാരി ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ സമ്പത്തും സൈന്യവും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വവും ഒക്കെ തോന്നിയതുപോലെ എടുത്തുപയോഗിച്ചൊരു ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. കാരണം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അതിൻ്റെ ചരിത്രം അറിയാം. 2 മാസം മുമ്പ് ഈ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിടിവാശി ഒന്നുകൊണ്ടും മാത്രമാണ്. ഇത് അമേരിക്കയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിന് വഴങ്ങി, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തുടങ്ങിവെച്ച യുദ്ധം അമേരിക്കയ്ക്കും ലോകത്തിനും വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നുവെന്ന് അമേരിക്കയിൽ പോലും വലിയ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ലോകത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വലിയ വിലക്കയറ്റത്തിലേക്കും പ്രതിസന്ധികളിലേക്കും ക്ഷാമത്തിലേക്കും ആശങ്കയിലേക്കും ഒക്കെ തള്ളിവിടുന്ന വിധത്തിൽ ഈ യുദ്ധം തുടങ്ങി വെച്ചത് നെതന്യാഹുവാണ്. നമുക്കറിയാം, പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ ഒക്കെ നിഷ്ഠൂരമായി കൊന്നു തള്ളിയ പൈശാചികതയുടെ പ്രതീകമെന്ന് ലോകം മുഴുവൻ ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നെതന്യാഹു. തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ ഒഴികെ ഇസ്രായേൽ പോലും നെതന്യാഹുവിന് വലിയ പിന്തുണയില്ല എന്ന തരത്തിൽ അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അവിടെയൊക്കെ നെതന്യാഹു ഉപയോഗിക്കുന്ന ഒരു തുറുപ്പ് ചീട്ട്, അല്ലെങ്കിൽ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് യുദ്ധമാണ്. രാജ്യം ഒരു അരക്ഷിതാവസ്ഥയെ നേരിടുകയാണ്. രാജ്യത്തിൻ്റെ ഭരണകൂടം യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേലിലെ ജനങ്ങൾക്ക് സുഖകരമായി കിടന്നുറങ്ങാൻ കഴിയുന്നൊരു നല്ല നാളേക്ക് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നത് എന്നാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തനിക്കെതിരെ നടക്കുന്ന പ്രോസിക്യൂഷൻ നടപടികളെ തന്ത്രപരമായി നീട്ടിവെച്ചുകൊണ്ട് ഇസ്രായേലിൽ എന്നോ നടക്കേണ്ട ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിനെ തന്ത്രപരമായി നീട്ടിക്കൊണ്ടുപോയിട്ട് അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നെതന്യാഹു എന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കുള്ള ഒരു വ്യക്തിയെ മറുവശത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ നീക്കങ്ങൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യവും അത്ര ശുഭകരമായ അവസ്ഥയിലല്ല. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു കണക്ക് പുറത്തു വന്നിരുന്നു. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകരുന്ന വിധത്തിലേക്ക് ഈ 2 മാസത്തെ യുദ്ധം വലിയ നഷ്ടം അവർക്കുണ്ടാക്കി എന്നുള്ളതാണ് ആ കണക്ക്. ഏതാണ്ട് $50 മില്യൺ അവർക്ക് ഇതോടകം ചിലവായിരിക്കുന്നു. അതായത് 4.5 ലക്ഷം കോടി രൂപ ഈ യുദ്ധത്തിന് വേണ്ടി ട്രംപ് ചിലവഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ, ലോകത്തിനുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേലിന്, യുദ്ധം തുടങ്ങി വെച്ച ഇസ്രായേലിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? ഇല്ല. യുദ്ധ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? അതുമില്ല. റജീം ചേഞ്ച് എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിൻ്റെ 7 അയലത്തേക്ക്, ഇറാനിലെ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിൻ്റെ 7 അയലത്ത് പോലും അമേരിക്കയും ഇസ്രായേലും എത്തിയിട്ടില്ല. ഇറാനെ സൈനികമായി ഒന്നുമല്ലാതാക്കി കളയുക എന്ന ലക്ഷ്യം, അതും നേടാനായിട്ടില്ല. ഇറാൻ്റെ ആയുധപ്പുരകൾ കാലിയാക്കുക എന്ന ലക്ഷ്യം ഒരിക്കലും നടക്കില്ല എന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് പോലും പറഞ്ഞ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പം ട്രംപിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. നിരന്തരമായി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരസ്പര ബന്ധമില്ലാത്ത വിധത്തിൽ വെല്ലുവിളികളും ഭീഷണികളും ഒപ്പം ഒത്തുതീർപ്പ് വ്യവസ്ഥകളും ഒക്കെ ഒരേ സമയം ഉന്നയിച്ച് ലോകത്തിന് മുന്നിൽ ഇളിഭ്യനായൊരു കോമാളി കണക്ക് നിൽക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറുമ്പോൾ തന്നെയാണ് ഇത്രയും ഭീതിജനകമായ നിലയിലുള്ള ചെലവ് ഈ യുദ്ധത്തിന് വന്നിരിക്കുന്നു എന്ന കണക്കുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. ഇതോടൊപ്പം ട്രംപിന് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അമേരിക്കയിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്, ലോകരാജ്യങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. നമുക്കറിയാം, ഇന്നലെ ഇന്ത്യയിൽ വ്യാവസായിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില 993 രൂപ ഒറ്റയടിക്ക് കൂടുകയാണ്. ഏതാണ്ട് 3100 രൂപയോളമായി ഒരു സിലിണ്ടറിൻ്റെ വില. 6-ാം തീയതി ഹോട്ടൽ ഉടമകൾ കേരളത്തിൽ കടയടച്ച് പ്രതിഷേധിക്കാൻ പോവുകയാണ്. ഭക്ഷണത്തിന് വരെ തീവിലയാകുന്ന സാഹചര്യമാണ്. പതിയെ ഇന്ധനവില വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വില പോലും വർദ്ധിച്ചേക്കാമെന്ന ഭീതിജനകമായ ആശങ്കാജനകമായ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിച്ചേക്കുമെന്ന വലിയ ആശങ്ക വരികയാണ്. നമുക്കറിയാം, അതൊക്കെ കൂടുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ അതിദയനീയമായിരിക്കും. നമുക്ക് ജീവിത ചെലവ് കുതിച്ചുയരും. മുന്നോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലേക്കുള്ള വലിയ പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തെ നിരവധി രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഒപ്പം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നതിനാൽ ഇറാൻ ഇത്രയും കാലം അനുഭവിച്ച ഉപരോധത്തിലൂടെ നേരിട്ടിരുന്ന ദുരന്തങ്ങൾ അത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അഭിമുഖീകരിക്കുകയാണ്. കാരണം എണ്ണ കയറ്റുമതിയിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ലാഭമുണ്ടാകുന്നത്, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുന്നത്. ആ രാജ്യങ്ങളുടെ വികസനം അങ്ങനെയാണ്, അവിടുത്തെ തൊഴിലവസരങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് 2 മാസക്കാലത്തോളമായി അടഞ്ഞു കിടക്കുന്നു. 100 കണക്കിന് കപ്പലുകൾ സമുദ്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നങ്കൂരമിട്ട് കിടക്കുന്നു. എണ്ണ നീങ്ങാതെ ഗൾഫിൻ്റെ പോക്കറ്റ് നിറയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും യുദ്ധം തുടരുമെന്ന് ട്രംപ് പറയുന്നതിലൂടെ ട്രംപ് സ്വയം കുഴി കുത്തുകയാണ്. ട്രംപിൻ്റെ കട്ടപ്പുകയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇനിയും യുദ്ധം തുടരുമെന്ന് വെല്ലുവിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടികൾ ഇല്ലാതാക്കാനും വേണ്ടിയാണ്. പക്ഷേ ഇനിയും യുദ്ധത്തിലേക്ക് കടന്നാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി പലസ്തീനിലേക്ക് നടത്തിയ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടം ഇസ്രായേലിനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസമായി ഇറാന് നേരെ നടത്തിയ ആക്രമണം, അതിലുണ്ടായ പ്രത്യാക്രമണം, ഇതൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടി ഇസ്രായേലിനുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നെതന്യാഹു യുദ്ധം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നെതന്യാഹു സ്വയം കുഴി തോണ്ടുന്നതിൻ്റെ അടയാളമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. ഇനിയും ഈ യുദ്ധം മുന്നോട്ട് പോയാൽ ലോകം മുഴുവൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ തിരിയും. അമേരിക്കയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ ആ ഭരണാധികാരികൾക്ക് നേരെ കടുത്ത നീക്കങ്ങളിലേക്ക് പോകും. കാരണം ഹോർമുസ് അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ലോകം മുഴുവൻ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേലിനെയും അമേരിക്കയും വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഇറാനിലെ ജനങ്ങളെ പൊറുതിമുട്ടിച്ച് ആ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ തിരിക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധലക്ഷ്യത്തിൻ്റെ കാരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ യുദ്ധലക്ഷ്യങ്ങളിലൊന്നായിരുന്നു, അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളിലൊന്നായിരുന്നു. ഏതാണ്ട് ആ സ്ഥിതിവിശേഷം ഇപ്പോൾ ഇസ്രായേലിലും അമേരിക്കയിലും ഉണ്ടാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഗൾഫ് മേഖല വലിയ ഭീതിയിലാണ്. ഇനിയും ഈ സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭീതിയുണ്ട്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഗൾഫ് മേഖലയിൽ ഉണ്ടാകുമോ എന്ന ഭീതിയുണ്ട്.
വലിയ ഭീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിച്ച് സാഷ്ടാംഗം പിന്മാറുക എന്നതല്ലാതെ ലോകത്തിന് മറ്റൊരാവശ്യവും ഇപ്പോഴില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ട്രംപും നെതന്യാഹുവും യുദ്ധവുമായി ഇനിയും മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടികൾ അവർക്ക് വ്യക്തിപരമായും അതാത് രാജ്യങ്ങളെന്ന നിലയിൽ ആ രാജ്യങ്ങൾക്കും നേരിടേണ്ടി വരുമെന്ന നിലയിലേക്കാണ് ഇറാൻ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ പോക്ക് ആ നിലയിലാണ്. ട്രംപും നെതന്യാഹുവും അനുഭവിക്കുന്ന നിലയിലേക്ക്, ചെയ്തു കൂട്ടിയതിനൊക്കെയും തിരിച്ചടി ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്.